ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ കാണിക്കുന്നത് മൈക്രോഗ്രീൻസ് ആണ്. മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. ഇത് പോഷക സമൃദ്ധമാണ്. മറ്റുള്ള മെച്ചുവർഡ് പ്ലാന്റ്സിനേക്കാളും ഈ ബേബി പ്ലാന്റ്സ് വിറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ് അങ്ങനെ ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് പിറ്റേ ദിവസം വെള്ളം കളഞ്ഞത് തുണിയിൽ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ നല്ല മുള വരാൻ പെട്ടെന്ന് മുള വരും. അല്ലാതെ തന്നെ വരാം, എന്നാലും തുണിയിൽ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം അത് മുളന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സിലോ ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല, ടിഷ്യൂ പേപ്പർ കുറച്ച് കട്ടിയിൽ തന്നെ ടിഷ്യൂ പേപ്പർ വെക്കുക, അത് നനച്ച് കൊടുക്കുക, അതിൽ വിതറി വെക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഡ്രൈ ആക്കി വെക്കാൻ പാടില്ല. ഇത് മണ്ണിൽ വേണമെങ്കിൽ നടാം, പക്ഷേ നമുക്ക് വീട്ടിൽ എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ഹെൽത്തി കഴിക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. ഇത് വെളിച്ചം കെട്ടുന്നിടത്ത് വെക്കണം. ജനലിൻ്റെ അടുത്തോ അല്ല ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ നല്ല കളർ കിട്ടും ഇലക്ക്. 5-6 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് പാകമായിട്ടുണ്ടാവും, വളർന്നിട്ടുണ്ടാവും. കട്ട് ചെയ്തെടുക്കാം, ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാം. പറയാം, നമ്മൾ സാധാരണ ചീര വെക്കുന്ന പോലെ വെക്കാവുന്നതാണ്. പിന്നെ സാലഡിൽ ചേർക്കാം. ഹെൽത്തി ആയിട്ട് ഇടയ്ക്കിടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവാം. ഞാൻ ഇടയ്ക്കിടെ ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്തതാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഈ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. രുചിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റാണ് മൈക്രോഗ്രീൻസിന്. എല്ലാ വലിയ ടേസ്റ്റല്ല, ചിലത് കയ്പുണ്ടാവും, ചിലത് നല്ല ടേസ്റ്റാണ്. ചെറുപയർ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, റെഡ് ചില്ലി പൗഡർ എടുക്കുക, അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി എടുക്കുക. ഞാൻ ഗ്രീൻ ചില്ലി എടുത്തിരിക്കുന്നത്. അത് പിന്നെ അതിൽ കുറച്ച് തേങ്ങ കുറച്ചും കൂടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വറവിലിടുക. ഇതിന് ബ്ലഡ് പ്രഷർ കുറക്കാനുള്ള കഴിവും കൂടിയുണ്ട്. അപ്പോൾ BP ഉള്ളവർക്ക് നല്ലതാണ്. വിറ്റമിൻസ് തന്നെ ഒരുപാടുണ്ട് ഇതിൽ. A, E, C അങ്ങനെ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ മിനറൽസും ആൻറ്റി ഓക്സിഡൻസും. അപ്പോൾ വെരി ന്യൂട്രീഷ്യസ് ഫുഡാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില ഇതിലിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കുക. ഇത് കൂടുതൽ കുക്ക് ചെയ്യാൻ സമയം അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ചൂട് ആകുമ്പോൾ തന്നെ അത് കുക്കാവും വേഗം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാ തരത്തിലും ഹെൽത്തിയാണ് ഈ ഇലക്കറി. അപ്പോൾ അത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്, ചെയ്യാത്തവരുണ്ടെങ്കിൽ. വേണമെങ്കിൽ ഇതിലൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം, കുറച്ചുകൂടി നന്നായിരിക്കും കുട്ടിക്കൊക്കെ ഇഷ്ടപ്പെടാൻ. ഞാൻ മുട്ട ചേർത്തിട്ടുണ്ട്. ഇത് മുൻപേ ഞാൻ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് അത് വീഡിയോ ഇതിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്തത്. സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.